കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആത്മീകമായ വളർച്ചയെക്കുറിച്ചാണ്, സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ചാണ്. ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ വളരണമെന്നുള്ളത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. എങ്ങനെ വളരണം? ആത്മാവിൽ വളരണം. ഹല്ലേലൂയ. ആത്മാവിൽ എങ്ങനെ വളരും എന്നുള്ളതിനെ കുറിച്ചുള്ള ആത്മീകമായ ആഹാരങ്ങളും വഴികളും ഉപദേശങ്ങളും കർത്താവ് നമുക്ക് തിരുവചനത്തിലൂടെ തരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അറിയുവാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തെ നമുക്ക് ആദ്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5:18. எல்லாவற்றிலையும் ஸ்தோத்திரம் செய்யுங்கள், அப்படி செய்வதே கிறிஸ்து இயேசுவுக்குள் உங்களை குறித்து தேவனுடைய சித்தமாய் இருக்கிறது. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. 12 മുതലുള്ള വാക്യത്തിൽ എന്താണ് ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ലിസ്റ്റ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മളെല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. ആദാമിനെയും ഹവ്വയെയും കുറിച്ച് ദൈവത്തിന് എന്തായിരുന്നു ഇഷ്ടം? അവർ ആ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന് തോട്ടത്തിൽ നിന്നും പുറത്തു പോകണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നില്ലേ? ഇഷ്ടമായിരുന്നില്ല. എന്തായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം? അവർ ആ പാമ്പിനെ ജയിച്ച് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ തക്കവണ്ണം ക്വാളിഫൈഡായി മാറണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. ആമേൻ. കർത്താവ് അവർക്ക് ചില ദൗത്യങ്ങൾ കൊടുത്തിരുന്നു. ഏദൻ തോട്ടത്തിൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും, ആത്മികമായി മരിക്കും. തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടത്തെ കാക്കണം. എന്നാൽ ദൈവം കൊടുത്ത വേലയിൽ നിന്നും ആ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർ വീണുപോയി. അങ്ങനെ വീണുപോയത് ദൈവഹിതമല്ല, അങ്ങനെ വീണുപോയത് ദൈവത്തിന്റെ ഇഷ്ടമല്ല, അങ്ങനെ വീണുപോയത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ കാര്യമാണ്. ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാൽ എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് വളരെ ഒഴുക്കിനങ്ങ് പറഞ്ഞ് നമ്മളൊന്ന് ആശ്വാസം പ്രാപിക്കുന്ന ഒരു രീതി മനുഷ്യരുടെ ഹൃദയങ്ങൾക്കുണ്ട്. എന്ത് സംഭവിച്ചാലും പറയും ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്നാൽ അവർ ഉദ്ദേശിക്കുന്നതാണെന്ന് അറിയാമോ? എന്ത് സംഭവിച്ചാലും അത് ദൈവഹിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവജനം മനസ്സിലാക്കുക, അങ്ങനെ അല്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നടക്കുന്നതെല്ലാം ദൈവഹിതമല്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത്. കർത്താവിന്റെ പ്രാർത്ഥനയിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു വാചകം ഇങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു: അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്, എന്നാൽ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം അല്ല നടക്കുന്നത്. എന്തുകൊണ്ട് ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്നില്ല? വചനം പറയുന്നു, സർവഭൂമിയും പിശാചിന്റെ അല്ലെങ്കിൽ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അവിടെ സാത്താൻ അതിന്റെ ആധിപത്യം എടുത്ത് അതിനിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നു. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ് സാത്താൻ വരുന്നത്. അവനാണ് ഇവിടെ ആധിപത്യം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്നില്ല. എന്നാൽ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. അതിനെന്താണ് പരിഹാരം? ഈ ഭൂമിയിൽ വാഴ്ച നടത്തുന്ന ദുഷ്ടനായ സാത്താന്റെ അധികാരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ജനം ജയമെടുക്കണം. ഹല്ലേലൂയ. എങ്ങനെ ജയിക്കാൻ സാധിക്കും? മസിൽ പവർ കൊണ്ട് ജയിക്കാൻ പറ്റില്ല, ബുദ്ധി കൊണ്ട് ജയിക്കാൻ പറ്റില്ല, വിൽ പവർ കൊണ്ട് ജയിക്കാൻ പറ്റില്ല. എങ്ങനെ ജയിക്കുവാൻ കഴിയും? കുഞ്ഞാടിന്റെ രക്തത്താലും യേശുവിന്റെ രക്തത്താലും സത്യവചനത്താലും ദൈവമക്കൾക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാം: ജയിക്കുന്നവന്
ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ ജീവജല നദിയിൽ നിന്നും കുടിക്കും. ജയിക്കുന്നവൻ ജീവകിരീടം പ്രാപിക്കും. ജയിക്കുന്നവന് അവന് ഒരു പുതിയ മന്ന, സ്വർഗീയ ജീവന്റെ മന്ന ഞാൻ കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങൾ ദൈവം കൊടുക്കുമെന്ന് പറയുന്നു. എല്ലാം ജീവനുമായി ബന്ധപ്പെട്ടത്. എന്താണ് ഈ ജീവനുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവുമായി ബന്ധപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്ന ദൈവത്തിന്റെ ജനം, കർത്താവിനെ സ്തുതിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവർക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ. ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടമെല്ലാം അല്ല നടക്കുന്നതെങ്കിലും കർത്താവിന്റെ വചനം ദൈവമക്കൾ അനുസരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തെ കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടത്തെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അനേക ദൈവമക്കൾ ഈ ഭൂമിയിൽ എഴുന്നേൽക്കുമ്പോൾ പിശാചിന്റെ വാഴ്ച, ദുഷ്ടന്റെ അധികാരം ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റി ദൈവരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ ഒരു ദൗത്യത്തെയാണ് കർത്താവ് സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തന്നെ കർത്താവ് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. അങ്ങയുടെ രാജ്യം വരയണമേ. ഹല്ലേലൂയ. ആദ്യം ആ രാജ്യം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആ രാജ്യം വരുന്നത് ഈ ഭൂമിയിൽ ദൈവരാജ്യം വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ്. ഹല്ലേലൂയ. എൻ്റെ ചിന്തകളിൽ ദൈവരാജ്യം വരട്ടെ. എൻ്റെ ആഗ്രഹങ്ങളിൽ ദൈവരാജ്യം വരട്ടെ. എൻ്റെ ശരീരത്തിൽ ദൈവരാജ്യം വരട്ടെ. എൻ്റെ ആത്മാവിൽ ദൈവരാജ്യം വരട്ടെ. എൻ്റെ പ്രവൃത്തികളിൽ ദൈവരാജ്യം വരട്ടെ. ഞാനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിലും കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഴ്ച വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമ്മെ വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. ഇന്നിവിടെ ഇങ്ങനെ കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് പോലും ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്നാൽ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പിതാവ് നിങ്ങളെ ആകർഷിച്ചതുകൊണ്ട്, നിങ്ങൾ ആ വിളി കേട്ടതുകൊണ്ട് ഇന്ന് നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. വചനം പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരിപ്പാൻ സാത്താൻ പല ആലോചനകളും തന്നുകൊണ്ടേയിരിക്കും. ഈ ഭൂമിയിൽ പിശാചിന്റെ ശബ്ദം അനേകമുണ്ട്. എന്നാൽ അതിനെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവശബ്ദം കേൾക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവഹിതമല്ല. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന സാത്താൻ പ്രവേശിച്ചാൽ സാത്താന്റേതായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ നടക്കും. എന്നാൽ നാം വേലിയടയ്ക്കപ്പെട്ടൊരു തോട്ടം പോലെ ദൈവകൃപയിൽ ഇരുന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിൽ നടക്കും. ക്ലിയർ ആയോ? ആർക്കും മനസ്സിലായി? ഹല്ലേലൂയ. അപ്പോൾ നടക്കുന്നതെല്ലാം ദൈവഹിതമെന്ന് വിട്ടുകൊടുത്ത് ആശ്വസിക്കുവാനല്ല, പകരം ദൈവത്തിന്റെ ഇഷ്ടത്തെ ജീവിതത്തിൽ കൊണ്ടുവരുവാനൊരു ദൗത്യത്തെ കർത്താവ് തന്റെ സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിന് ചില വേല ചെയ്യണം. അതാണ് കർത്താവ് തോട്ടത്തിൽ ആദാമിനോട് പറഞ്ഞത്. തോട്ടത്തിൽ വേല ചെയ്യണം, അതിനെ കാക്കണം. ആദാമിന് വേലയുണ്ട്. തോട്ടത്തെ കാക്കണമെങ്കിൽ, തോട്ടത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ, തോട്ടത്തിൽ തുടർന്നു പോകണമെങ്കിൽ ആദാമിനും ഹവ്വയ്ക്കും വേലയുണ്ട്. ദൈവ പൈതലേ, ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില വേലകൾ ഉണ്ട്. അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. ഇന്ന് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ കർത്താവിന്റെ തിരുവചനങ്ങൾ ധ്യാനിക്കുന്നത് അതൊരു ഭാഗമാണ്. വചനങ്ങൾ ഏറ്റെടുത്ത് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ അനുസരിക്കുന്നത് അതൊരു ഭാഗമാണ്. സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത് അതൊരു ഭാഗമാണ്. ഇതെല്ലാം നമ്മെ ആത്മാവിൽ ബലപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം, ഈ ഭൂമിയിൽ നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം അല്ല എന്നുള്ള സത്യം ദൈവത്തിന്റെ ജനം ആദ്യം അംഗീകരിക്കണം. സർവഭൂമി പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു എന്നുള്ള സത്യം
ദൈവജനം ഗ്രഹിക്കണം. എന്നാൽ ദൈവ ഇഷ്ടത്തെ ഭൂമിയിൽ കൊണ്ടുവരാൻ ഒരു ദൗത്യം ദൈവസഭയ്ക്കുണ്ടെന്ന്, ദൈവജനത്തിനുണ്ടെന്നുള്ള സത്യത്തെയും ദൈവജനം ഗ്രഹിക്കണം. അതിനായുള്ള ദൗത്യത്തിലേക്ക് ദൈവമക്കൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. ഈ സത്യങ്ങൾ ദൈവജനം ഗ്രഹിച്ചാൽ ദൈവജനത്തിന് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനും അവന്റെ രാജ്യത്തെ ജയിക്കുവാനും നമുക്ക് കഴിയും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്, സാത്താന്റെ രാജ്യത്തിലേക്കല്ല, ഇരുട്ടിലേക്കല്ല, വെളിച്ചത്തിലേക്കാണ്. ഇരുട്ടിൽ കിടക്കുമ്പോൾ അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന സാത്താൻ നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കും, സന്തോഷത്തെ നശിപ്പിക്കും, ആരോഗ്യത്തെ നശിപ്പിക്കും, സ്വസ്ഥതയെ നശിപ്പിക്കും, നമ്മുടെ എല്ലാ ആശ്വാസങ്ങളെയും അത് എടുത്തു കളയും, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളെയും അത് നശിപ്പിച്ചു കളയും. എന്നാൽ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധി ഉണ്ടാകുവാനും വന്നിരിക്കുന്ന ആ നല്ല ഇടയനോട് ചേർന്നിരിക്കുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും, നമുക്കൊരു കാവലുണ്ടാകും. 91-ാം സംഗീതത്തിൽ പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്നോടെന്ന് പറഞ്ഞാൽ ആരോടാണ്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനോട് അത് അടുത്തു വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ സംഭവിക്കുന്നതെല്ലാം കണ്ട് നിരാശപ്പെട്ട് കലങ്ങി കാഴ്ചക്കാരായിരിക്കുവാനല്ല ദൈവം തൻ്റെ സഭയെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു മാറ്റത്തെ കൊണ്ടുവരുവാൻ, ഒരു ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ കൊണ്ടുവരുവാൻ, ഒരു വെളിച്ചത്തെ കൊണ്ടുവരുവാൻ, ഒരു സമാധാനത്തെ കൊണ്ടുവരുവാൻ, ഒരു ആശീർവാദത്തെ കൊണ്ടുവരുവാനുള്ള ഒരു വെളിച്ചത്തെ കർത്താവ് തൻ്റെ സഭയ്ക്ക്, തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും ദൈവജനം, ആത്മീകരായ ദൈവമക്കൾ ആ പ്രതികൂലങ്ങളെ ജയിച്ച് പുറത്തു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും തിരുവചനവും അവരെ കരം പിടിച്ചു വഴി നടത്തും. ഹല്ലേലൂയ. എന്നും നാശത്തിൽ, തകർച്ചയിൽ, അസമാധാനത്തിൽ കിടക്കേണ്ടവരല്ല ദൈവത്തിന്റെ മക്കൾ. വി ഹാവ് ടു കം ഔട്ട്. നമ്മൾ പുറത്തു വരണം. പുറത്തു വന്ന് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ജയമെടുക്കണം, ജയക്കൊടി പിടിക്കണം. ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടന്നതായി തിരുവചനത്തിൽ തന്നെ നമുക്ക് കാണാം. കയീൻ ഹാബേലിനെ കൊന്നു. ദൈവഹിതമാണോ? ആണോ? അല്ലേ? അല്ല. കയീനും ഹാബേലും സ്നേഹത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവഹിതം. ആമേൻ. ഹല്ലേലൂയ. സൊദോം ഗൊമോറയെ ദൈവം ന്യായം വിധിച്ചു, അതിനെ നശിപ്പിച്ചു. ദൈവഹിതമാണോ? അല്ല. അവിടെ പാപം പെരുകിയപ്പോൾ, അവിടെ അശുദ്ധി പെരുകിയപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവിടെ വന്നു. അല്ലാതെ അതിനെ നശിപ്പിക്കണമെന്നൊരു ഇഷ്ടം ദൈവത്തിനില്ല. അതിനെ രക്ഷിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ നന്മകൾ പ്രാപിച്ച് ദൈവത്തിന്റെ വഴിയിൽ വന്നാൽ ദൈവത്തിന്റെ ആശീർവാദവും ദൈവത്തിന്റെ സംരക്ഷണവും പ്രൊട്ടക്ഷനും ദൈവമക്കൾക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തെ ദൈവജനം തിരിച്ചറിയും. തിരുവചനത്തിലൂടെ നമുക്ക് ആ ഇഷ്ടത്തെ തിരിച്ചറിയാം. ഹല്ലേലൂയ. ഭൂതം നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? ആണോ? അല്ലേ? അല്ല. ആര് നമ്മുടെ ഉള്ളിൽ വസിക്കണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. ആമേൻ. നമ്മൾ രോഗികളായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? അല്ല. നമ്മൾ രോഗത്തെ ജയിച്ച് ദൈവത്തിന്റെ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. നമ്മൾ കടബാധ്യതയിൽ ഇരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? അല്ല. നാം ദൈവത്തിന്റെ ആശീർവാദങ്ങൾ പ്രാപിച്ച്, ഓക്കെ, വചനം പറയുന്നു, അവൻ ആശ്ചര്യകത നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് ദൈവ പൈതലിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഇരിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ ആരെല്ലാം കർത്താവിന്റെ അടുക്കൽ വന്നുവോ അവരെ കർത്താവ് ആത്മികമായി മാത്രമല്ല ഭൗതികമായും വർദ്ധിപ്പിച്ച് പെരുകുമാറാക്കി. യാക്കോബിന്റെ ജീവിതത്തെ നോക്കൂ.
യാക്കോബ് വെറും കയ്യിലൊരു കോലുമായി മാത്രം താൻ ജീവൻ ഭയന്ന് തന്റെ പിതൃദേശം വിട്ട് ഓടിപ്പോവുകയാണ്. ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുവാനും ഒരു സാഹചര്യം യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്താണ് കാരണം? തന്റെ പൂർവ്വപിതാക്കന്മാരായ ഇസ്ഹാക്കും അബ്രഹാമും നിമിത്തം, അവരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിമിത്തം തലമുറയായ യാക്കോബിന്റെ മേൽ ദൈവത്തിന്റെ കൃപ കടന്നു വന്നു. ഒന്നുമില്ലായ്മയിൽ പോയ യാക്കോബ് താൻ തിരികെ വരുമ്പോൾ നിറഞ്ഞവനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി അവൻ മടങ്ങി വരികയാണ്. ഒരു പരിവാരമായി അവൻ തിരിച്ചു വരികയാണ്. അവൻ അവിടെ പോയി നശിച്ചു പോയില്ല. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ മറ്റൊരു ചിന്ത നിങ്ങളുടെ മുന്നിലിടട്ടെ. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞ് ഉഴലുകയാണ്. ഇത് ദൈവഹിതമായിരുന്നോ? അല്ല. അതിന് റീസൺ പറയുന്നു. എന്തുകൊണ്ടാണ് അവർ 40 വർഷം അവിടെ അലഞ്ഞ് ഉലഞ്ഞു പോയതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവരുടെ മുറുമുറുപ്പും അവരുടെ പിറുപിറുപ്പും നിമിത്തം, അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം ദൈവത്തിന് ആ തലമുറയോട് നീരസം തോന്നി. ദൈവപ്രസാദം അവർക്ക് വന്നില്ല. ദൈവത്തിന്റെ നീരസം അവർക്കുണ്ടായി. ദൈവത്തിന്റെ നീരസം ഉണ്ടാകുന്ന വിധത്തിൽ അവരുടെ ഹൃദയമായി പോയതുകൊണ്ടാണ് അവർ അവിടെ അലഞ്ഞു വലയേണ്ടി വന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലയുന്നതും വലയുന്നതും ദൈവത്തിന്റെ ഇഷ്ടമല്ല. നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തകർച്ചയല്ല ദൈവത്തിന്റെ ഇഷ്ടം, നമ്മുടെ വളർച്ചയാണ് ദൈവത്തിന്റെ ഇഷ്ടം. നാം ശോഷിച്ചു പോകുന്നതല്ല ദൈവത്തിന്റെ ഇഷ്ടം, നമ്മുടെ അതിർവരമ്പുകൾ വിശാലമാകുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. നമ്മെ വർദ്ധിപ്പിക്കുന്ന കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, വർദ്ധിച്ച് പെരുകുവിൻ. ഹല്ലേലൂയ. സാത്താൻ എന്തിനു വരുന്നു? അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും. ഈ ഭൂമിയിൽ പിശാചിന്റെ വാഴ്ച ഉണ്ടെന്നുള്ളത് ദൈവസഭ അറിഞ്ഞിരിക്കണം. അതേ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എടുക്കുവാനും ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് കഴിയുമെന്നും ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ദുഷ്ടന്റെ വാഴ്ചയുള്ള ഇതേ ഭൂമിയിൽ ലോകത്തിന്റെ വിളക്കായി, ലോകത്തിന്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായി ദൈവം തന്റെ മക്കളെ വെച്ചിരിക്കുകയാണ്. ആ പിശാചിന്, ആ ദുഷ്ടന് ദൈവജനത്തിന്റെ മേൽ ഒരു അധികാരവും ഒരു അവകാശവും ഇല്ല. ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് അധികാരമോ അവകാശങ്ങളോ ഉണ്ടെങ്കിൽ ദൈവജനം തിരുവചനത്തിൽ നിന്നും അത് കണ്ടുപിടിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പറഞ്ഞ ഒരു വാക്യം എഫേസ്യർ 4:27 അല്ലേ മാമ? എന്താണ് അവിടെ വചനം? പിശാചിന് ഇടം കൊടുക്കരുത്. ആരാണ് പിശാചിന് ഇടം കൊടുക്കുന്നത്? നമ്മൾ കൊടുത്താലാണ് പിശാചിന് ഇടം കിട്ടുന്നത്. ചിലർ കഷ്ടതയെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും, പൗലോസിന് ഒരു ശൂലമുണ്ടായിരുന്നു, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കഷ്ടതയും ഒക്കെ ഇരുന്നോട്ടെ എന്ന് പറയും. ഓക്കെ, പൗലോസിന് എന്തുകൊണ്ട് ശൂലമുണ്ടായിരുന്നുവെന്ന് പൗലോസ് തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് ശൂലമുണ്ടായിരുന്നത്? വചനം ഇങ്ങനെ പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഒരു കുത്തുന്ന ഒരു സാത്താനെ അനുവദിച്ചു. സാത്താനെ കുത്താനല്ല, വിഴുങ്ങാനേ ഇഷ്ടമാണ്, വലിച്ചു കീറുവാനേ ഇഷ്ടമാണ്. പക്ഷെ ദൈവം അത് അനുവദിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ കുത്ത് കിട്ടിയാൽ മതി. എന്ത് സംഭവിക്കാതിരിക്കുവാൻ? നിഗളം വരാതിരിക്കുവാൻ, ഉന്നത ഭാവം വരാതിരിക്കുവാൻ. അപ്പോ ദൈവമക്കൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ശൂലം ഇരുന്നോട്ടെ, പൗലോസിനുള്ളത് കൊണ്ട് ശൂലം ഇരുന്നോട്ടെ എന്ന് സമ്മതിച്ചു കൊടുക്കണ്ട. അതിന്റെ കാരണമായ നിഗളം, ഉന്നത ഭാവം, അങ്ങനെയുള്ള കാരണങ്ങളെ പുറത്താക്കിയാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ നിഗളമില്ലാതെ ജീവിക്കാം? ഹൃദയം ഗർവിച്ചു പോകാതെ, ഹൃദയം നിഗളിച്ചു പോകാതെ, അഹങ്കാരമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ എങ്ങനെ ഹൃദയത്തെ സൂക്ഷിക്കാമെന്ന് ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ. നിഗളം നിമിത്തം സാത്താന്റെ ഒരു അധികാരം നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ
അത് നമ്മൾ അനുവദിക്കരുത്. ആ നിഗളത്തെ പുറത്താക്കാം. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലമല്ല, അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അത് നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അത് നമ്മെ വിട്ട് പോകട്ടെ. സാത്താൻ ഇടം കൊടുക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞേ, സാത്താൻ നിങ്ങളെ കുത്തണോ കുത്തണ്ടേ? കുത്തണോ കുത്തണ്ടേ? കുത്തണ്ട. കുത്തണ്ടെങ്കിൽ കുത്താൻ കാരണമായിരിക്കുന്ന നിഗളം പോലുള്ള അശുദ്ധികൾ പുറത്താക്കണം. ഓക്കെ? അല്ലാതെ കുത്തു വാങ്ങിയിട്ട് ദൈവഹിതമായിരിക്കും, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. സാത്താൻ കുത്തുന്നത് ദൈവഹിതമല്ല. കുത്താൻ കാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്, അതിനെ കണ്ടെത്തണം. അതിന്റെ റൂട്ട് കോസ്, അതിന്റെ വേരായ കാരണങ്ങൾ ചിലതുണ്ട്, അതിനെ കണ്ടെത്തണം. ഈ ലോകത്തിന്റെ പ്രഭുവിന് നമ്മോട് ഒരു കാര്യവുമില്ല. യേശു കർത്താവ് പറയുകയാണ്, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല, എന്റെ മേൽ ഒരു അവകാശവുമില്ല. സാത്താനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൻ എന്റെ മേൽ ഒരു കാര്യവുമില്ല. ദൈവവേദനെ കർത്താവ് അങ്ങനെ പറയുമ്പോൾ നമുക്കും അങ്ങനെ പറയുവാൻ കഴിയട്ടെ, സാത്താന് എന്റെ മേൽ ഒരു കാര്യവും ഇല്ല. വെറുതെ പറഞ്ഞാൽ പോരാ, പരദൂഷണം പറഞ്ഞു നടന്നിട്ട് പറയും, സാത്താൻ എന്റെ മേൽ ഒരു കാര്യവുമില്ല. സാത്താൻ തലയുടെ പുറത്ത് കയറിയിരുന്ന് ഡാൻസ് കളിക്കും. നുണ പറഞ്ഞു നടന്നിട്ട് പറയും, സാത്താൻ എന്റെ മേൽ ഒരു കാര്യവുമില്ല. ഇല്ല, അങ്ങനെയല്ല, സാത്താന് കാര്യമുണ്ട്. നുണ പറയുന്നവരുടെ മേൽ, പരദൂഷണം പറയുന്നവരുടെ മേൽ, പരിഹാസികളുടെ മേൽ, അപവാദം പരത്തുന്നവരുടെ മേൽ സാത്താന് കാര്യമുണ്ട്. സാത്താന് സാത്താന്റേതായ അധികാര പരിധി ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ റോളുണ്ട്. ദൈവ മക്കൾക്ക് അവരുടേതായ ഒരു അധികാര പരിധിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എല്ലാം ദൈവഹിതം എന്ന് പറഞ്ഞ് അതിന്റെ ഒഴുക്കിനങ്ങ് വിടരുത്. ദൈവത്തിന്റെ നീതിയെ ദൈവജനം ഗ്രഹിക്കണം. അതാണ് വചനം പറയുന്നത്, മുൻപേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ. നീതി, ദൈവത്തിനൊരു നീതിയുണ്ട്. ഹല്ലേലൂയ. പിശാചിന് അവകാശമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം സാത്താന് കൊടുക്കേണ്ടത് നീതി അവിടെ കൊടുക്കും. സാത്താൻ പറയും, എനിക്കിഷ്ടമുള്ള നുണ, പരദൂഷണം അവന്റെ ജീവിതത്തിലുണ്ട്, അതുകൊണ്ട് എനിക്ക് അവന്റെ മേൽ അവകാശമുണ്ടെന്ന് ഒരു വ്യക്തിയെ കുറിച്ച് സാത്താൻ വാദിക്കുമ്പോൾ നീതിമാനായ കർത്താവ് അത് അനുവദിച്ചു കൊടുക്കും. സാത്താൻ നമ്മെക്കുറിച്ച് ദൈവത്തോട് വാദിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ സാത്താൻ ഇയ്യോബിനെ കുറിച്ച് വാദിക്കുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു കാര്യവും സാത്താൻ ഇല്ല. ദൈവം തന്നെ പറയുന്നു, നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനുമാണ് ആ ഇയ്യോബ്. പക്ഷേ സാത്താൻ എക്സ്ട്രാ ഒരു ചലഞ്ച് ചെയ്തു. നീ എല്ലാ നന്മയും അവന് കൊടുത്തത് കൊണ്ടാണ് അവൻ ദൈവത്തെ തള്ളി പറയാത്തതെന്ന്. പക്ഷേ ഇയ്യോബ് ഒരു പക്ഷേ, കർത്താവേ, ഒരു ദോഷത്തിലും കടത്താതെ വണ്ണം, പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനുള്ള ഒരു ജ്ഞാനം ഇയ്യോബിനില്ലായിരുന്നു. അതിനെ കവർ ചെയ്താണ് ദൈവപുത്രനായി വന്ന യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നു. ആമേൻ. ദോഷങ്ങളിൽ കടത്താതെ വണ്ണം, പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിസ്ഡത്തെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. അതുകൊണ്ട് ഇയ്യോബിന് കഷ്ടം വന്നു, അതുകൊണ്ട് എനിക്കും വേണം എന്ന് പറഞ്ഞാൽ, വേണമെന്ന് പറയുന്നവർക്ക് കിട്ടിക്കോട്ടെ, വേണമെന്ന് പറയരുത്, അതിനെ അനുവദിച്ചു കൊടുക്കരുത്. ആ കഷ്ടത ദൈവത്തിന്റെ ഇഷ്ടമല്ല. ഹല്ലേലൂയ. ചില കഷ്ടതകൾ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവിന്റെ നാമം നിമിത്തമുള്ള കഷ്ടത ഏറ്റെടുക്കാം. ദൈവനാമ നിമിത്തം, ദൈവരാജ്യം നിമിത്തം, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ അങ്ങനെയുള്ള കഷ്ടതകൾ ഏറ്റെടുത്താൽ അതിൽ ദൈവപ്രസാദം ഉണ്ടാകും. അതല്ലാതെ ജീവിതത്തിൽ സാത്താൻ അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വന്ന് കഷ്ടപ്പെടുന്ന ഒരു കഷ്ടത നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ട. ഹല്ലേലൂയ. നമ്മൾ 7 ദിവസം നോൺ സ്റ്റോപ്പ് പ്രയർ വെച്ചിരുന്നു. ആ നോൺ സ്റ്റോപ്പ് പ്രയറിൽ വളരെ ത്യാഗത്തോടുകൂടെ ദൈവത്തിന്റെ ജനം സമയങ്ങൾ മാറ്റിവെച്ച്, വേണമെങ്കിൽ ഈ വാക്ക് തന്നെ ഉപയോഗിക്കാം,
കഷ്ടപ്പെട്ട് വന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ കഷ്ടത, അതിനെ കഷ്ടത എന്ന് പറയാമെങ്കിൽ അതിനെ വേണമെങ്കിൽ ഏറ്റെടുക്കാം. അത് സാരമില്ല. അവിടെയാണ് പറയേണ്ടത്, കഷ്ടങ്ങൾ സാരമില്ല, ഓക്കെ ഓക്കെ. അല്ലാതെ ജീവിതത്തിലുള്ള കഷ്ടങ്ങളെ അത് ഇരുന്നോട്ടെ എന്ന് അനുവദിക്കരുത്. അത് വേണ്ട. രോഗം വേണ്ട, കടബാധ്യത വേണ്ട, ഞെരുക്കം വേണ്ട, ഒരു തരത്തിലുള്ള ഭൗതികമായ കഷ്ടപ്പാടുകളും ദൈവം നമുക്ക് അനുവദിച്ചിട്ടില്ല. അത് ദൈവത്താൽ വരുന്നതല്ല, അത് പൈശാചിക ശക്തികളാൽ വരുന്നതാണ്. അത് നമുക്ക് വേണ്ട. അതിനെ ദൈവജനം വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയിക്കണം. ഹല്ലേലൂയ. അതിനെ ജയിക്കാമെങ്കിൽ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകും, ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകും. ഈ സത്യത്തെ അറിയാമെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും. അതാണ് വചനം പറയുന്നത്, സത്യം അറിയുവിൻ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. Know the truth and the truth shall set you free. സത്യം അറിയുവിൻ, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. തിരുവചനത്തിലെ സത്യം ഗ്രഹിക്കുവിൻ, അത് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. ഹല്ലേലൂയ. യോബിന്റെ കഷ്ടത എന്തായിരുന്നു എന്നറിയാമോ? യഥാർത്ഥത്തിൽ ആ വസ്തുവകകളും ദാസിദാസന്മാരും ആടുമാടുകളെല്ലാം പോയതിനെ യോബ് ഒരു കഷ്ടതയായി കണ്ടിട്ടില്ല. പകരം ആ സിറ്റുവേഷനിലും കർത്താവിനെ തള്ളിപ്പറയാതെ വണ്ണം കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ ബഹുമാനിക്കുവാനും മനസ്സിനെ ക്രമീകരിച്ച ആ ക്രമീകരണമാണ് യോബിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിനായിട്ടുള്ള ഒരു പോരാട്ടമായി മാറിയത്. സ്വന്തം ഭാര്യ പോലും വന്ന് ദുഷിച്ച് പറയുമ്പോഴും യോബ് തന്റെ മനസ്സിൽ നിന്നും ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തിൽ നിന്നും ഒട്ടും വ്യതിചലിച്ചിട്ടില്ല. ഇതിനായുള്ള കർത്താവിനെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാനുള്ള ഒരു 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 ബദ്ധപ്പാട്, ഒരു കഷ്ടത ഉണ്ടെങ്കിൽ അത് നല്ലത്. എന്നാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അത് മാറിപ്പോകണം. ദൈവത്തിന്റെ ആശീർവാദം നമ്മുടെ ജീവിതത്തിൽ വരണം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരണം. സാത്താന്റെ കരം, പിശാചിനാൽ വരുന്ന പ്രതികൂലങ്ങൾ, മന്ത്രതന്ത്രങ്ങളാൽ കഷ്ടപ്പെടുന്നത്, ഇതൊന്നും ദൈവഹിതമല്ല. ദൈവത്തിന്റെ ജനം ദൈവവചനം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ ജനം അതിൽ നിന്നും പുറത്തു വരും. ഹല്ലേലൂയ. മോശയും ഇസ്രായേൽ മക്കളും, മോശയോട് കൂടെ നടന്ന ഇസ്രായേൽ മക്കൾക്കെല്ലാം അനേക നന്മകൾ ലഭിച്ചു. അവർ മുറുമുറുക്കുമ്പോഴും പിറുപിറുക്കുമ്പോഴും അവർക്ക് പൊതുവായി ലഭിച്ച ചില നന്മകളും ആശീർവാദങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന്, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം എല്ലാവർക്കും കിട്ടി. മന്ന കൊടുത്തു, എല്ലാവർക്കും കിട്ടി. പൊതുവായി ലഭിക്കുന്ന അനേക അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ അതിനെ നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്ത് പറയട്ടെ. നമ്മൾ ഒരു പ്രത്യേക കൂട്ടായ്മയിൽ ചേർന്ന് പങ്കെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കൂട്ടായ്മ മുഖാന്തരം വരുന്ന ചില നന്മകളുണ്ട്. ഹല്ലേലൂയ. ആ കൂട്ടായ്മയിൽ മാത്രമേ ആ നന്മ കിട്ടുകയുള്ളൂ. മോശയോട് കൂടെ നടന്നവർക്ക് മാത്രമേ മന്ന കിട്ടുകയുള്ളൂ. മോശയോട് ചേർന്ന് നടന്നവർക്ക് മാത്രമേ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കിട്ടുകയുള്ളൂ. ആ കൂട്ടായ്മയിൽ ദൈവം സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ കൊടുക്കും. നമ്മുടെ കൂട്ടായ്മ പോലെ ആയിരിക്കില്ല മറ്റൊരു കൂട്ടായ്മ. അതിനെ വേറൊരു രീതിയിലായിരിക്കും കർത്താവ് നടത്തുക. ഓരോ കൂട്ടായ്മയിൽ ദൈവം ഏത് കൂട്ടായ്മ മുഖാന്തരം, ഏത് സഭ മുഖാന്തരമാണോ നമ്മെ ജയത്തിലേക്ക്, വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക് നയിക്കുക, അവിടെ ലഭിക്കുന്ന പൊതുവായ ചില ആശീർവാദങ്ങളുണ്ട്. ആ ആശീർവാദത്തെ ആ സഭയോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും സ്വന്തമാക്കുവാൻ കർത്താവ് കൃപ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ചില കൂട്ടായ്മകളിൽ കർത്താവ് ചിലപ്പോൾ സാമ്പത്തികമായ അനുഗ്രഹത്തെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും കടബാധ്യതയിൽ നിന്ന് പുറത്തു വരും, സാമ്പത്തികമായുള്ള ആശീർവാദത്തിലേക്ക് വരും. ഓക്കെ, ആ ആശീർവാദം നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടോ ഇല്ലേ?
എത്ര പേർ കടബാധ്യതയിൽ നിന്ന് പുറത്തു വന്നു? കരങ്ങൾ ഉയർത്തുവിൻ. യെസ്, അനേകരുണ്ട്. ഓക്കെ, എനിക്കറിയാം, കൈ ഉയർത്താത്തവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവം അനേകരെ കടബാധ്യതയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇനി എത്ര പേർ രോഗത്തിൽ നിന്നും പുറത്തു വന്നു? കരങ്ങൾ ഉയർത്തിക്കേ, നല്ലവണ്ണം ഉയർത്തിക്കേ. ചില കൈ, അരക്കൈ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രോഗത്തിൽ നിന്നും പുറത്തു വന്നു. അപ്പോ ഈ കൂട്ടായ്മയിൽ കർത്താവ് തന്നിരിക്കുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ് രോഗസൗഖ്യം. ഹല്ലേലൂയ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ചില നന്മകൾ കർത്താവ് നമ്മുടെ കൂട്ടായ്മയിൽ വെച്ചിട്ടുണ്ട്. പല കൂട്ടായ്മയിലും പലതരത്തിലുള്ള ആ കൂട്ടായ്മ നടത്തുന്ന ലീഡർഷിപ്പിനെ ദൈവം വിളിക്കൊത്തവണ്ണം, അവരുടെ മേൽ കർത്താവ് പകർന്ന കൃപയ്ക്കൊത്തവണ്ണമുള്ള നന്മകൾ ആ കൂട്ടത്തിന്റെ മേൽ വരും. മോശയെ കർത്താവ് വിളിക്കൊത്തവണ്ണം, മോശയെ കർത്താവ് നിർത്തിയ അധികാരത്തിനൊത്തവണ്ണം ഉള്ള നന്മകൾ മോശയോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനത്തിന് ലഭിക്കുകയാണ്. യാത്ര ചെയ്യുന്നതിനിടയ്ക്ക്, മോശയും കൂട്ടരും യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് പല സ്ഥലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ചുറ്റും ഹിത്യർ, അമാലേക്യർ, മോവാബിയർ, ഹിവിയർ, പെരിസ്യർ, യെബൂസിയർ, അങ്ങനെ പല ജാതികൾ അവരുടെ ചുറ്റുമുണ്ട്. അവരുടെ ഇടയിലൂടെ ഇവർ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതിൽ കുറച്ചാളുകൾ ഈ കൂട്ടത്തിൽ നിന്നും മാറി അടുത്തുള്ള ഹിത്യരുടെ രാജ്യത്ത് പോയി ഞങ്ങൾ ഇനി ഇവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ പോയി താമസിച്ചെങ്കിൽ, എന്റെ ചോദ്യം, ഈ മോശയോട് കൂടെ നിൽക്കുന്ന ദൈവജനത്തിന് കിട്ടുന്ന പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, മന്ന തുടങ്ങിയ ദൈവത്തിന്റെ നന്മകൾ ആ മാറിപ്പോയ ജനത്തിന് കിട്ടുമോ? കിട്ടില്ലേ? കിട്ടില്ല. അതാണ് കാര്യം. ഓക്കെ, ചില കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ആ ദൈവജനത്തിന്റെ മേൽ വരും. യേശുവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാരുടെ മേൽ പ്രത്യേകമായ ചില നന്മകളും ആശീർവാദങ്ങളും കർത്താവ് പകർന്നു. കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. എങ്കിലും കർത്താവ് അവരെ പോറ്റി പുലർത്തിയ വഴികളെ അവർ കണ്ടു. കർത്താവ് നടത്തിയ വഴികളെ അവർ അനുഭവിച്ചു. ദിനംതോറും വലിയ മിറക്കുലസ് ആയിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ ദേശങ്ങളിൽ നടക്കുന്നത് അവർ അനുഭവിച്ചു, അവർ കണ്ടു. അതിനായി ദൈവം അവരെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് മുഖാന്തരം അനേക നന്മകൾ ചിലർ അനുഭവിച്ചു. ഏലിയാവിനെ വിളിക്കൊത്തവണ്ണം ദൈവം ഏലിയാവിന്റെ മേൽ വെച്ച അനുഗ്രഹത്തിലൂടെ മറ്റു ചിലരിലേക്കും അനുഗ്രഹങ്ങളെ കർത്താവ് പകർന്നു. അതിലൊരു ഉദാഹരണം സാറഫാത്തിലെ വിധവ. സാറഫാത്തിലെ വിധവ ഏലിയാവുമായി കണക്റ്റഡ് ആയിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ആ ക്ഷാമത്തിൽ തന്നെ അവൾ കുടുംബമായി നശിച്ചു പോകുമായിരുന്നു. ഏലിയാവുമായി കണക്റ്റഡ് ആയതുകൊണ്ട് അതുനിമിത്തം ഒരു നന്മ, ഒരു അനുഗ്രഹം ആ കുടുംബത്തിന്റെ മേൽ വന്നു. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഏലിയാവ് മുഖാന്തരം സാറഫാത്തിലെ വിധവയുടെ കുടുംബത്തിലേക്ക് കർത്താവ് പകർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം ചിലരോടുള്ള കണക്ഷൻ നിമിത്തം ചില നന്മകൾ തരും. അബ്രഹാം നിമിത്തം ലോത്തിന് നന്മയുണ്ടായി. സൊദോമിനെയും ഗൊമോറയും ദൈവം നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. അബ്രഹാമിന് പ്രിയപ്പെട്ട ലോത്ത് സൊദോം ഗൊമോറയിൽ താമസിക്കുകയാണ്. എന്നാൽ ആ സൊദോം ഗൊമോറയെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തെ ദൈവം അബ്രഹാമിനോട് അറിയിക്കുകയാണ്. അബ്രഹാം ദൈവത്തോട് ഇടിവിൽ നിന്ന് ലോത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ഇടയായി തീർന്നത് ലോത്തിന്റെ നീതി പ്രവൃത്തി കൊണ്ടല്ല, ലോത്തിൻ്റെതായ ഒരു കാര്യവും കൊണ്ടല്ല. അബ്രഹാം ഇടിവിൽ നിന്ന് ദൈവത്തോട് മധ്യസ്ഥത വഹിച്ചത് നിമിത്തമാണ് ആ ലോത്തും കുടുംബവും സൊദോം ഗൊമോറയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നത്. ചില കണക്ഷൻസ് അത് അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന കണക്ഷൻസ് ആണ്. എന്നാൽ ചില കണക്ഷൻസ് അത് ശാപത്തെ കൊണ്ടുവരുന്ന കണക്ഷൻസ് ആണ്. കർത്താവിന്റെ കാര്യങ്ങളെ ദുഷിക്കുന്നവരോടുള്ള കണക്ഷൻസ് അത് ശാപത്തെ കൊണ്ടുവരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നവരോടുള്ള കണക്ഷൻസ് അത് ശാപത്തെ കൊണ്ടുവരും. ദൈവികമായ പ്രവർത്തനങ്ങളെ
നിന്ദിക്കുന്ന ദുഷിക്കുന്നവരുടെ കണക്ഷൻസ്, അവരോടുള്ള പങ്കാളിത്തം, അത് ശാപത്തെ കൊണ്ടുവരും. ശാപത്തിന്റെ കണക്ഷൻസ് ദൈവമക്കൾ ക്യാൻസൽ ചെയ്യുക. അനുഗ്രഹത്തിന്റെ കണക്ഷൻസ് ദൈവമക്കൾ ഉണ്ടാക്കിയെടുക്കുക. അബ്രഹാമിനോട് ചേർന്ന് നിന്ന ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടു, കാക്കപ്പെട്ടു. മോശയോട് ചേർന്ന് നിന്ന ഇസ്രായേൽ മക്കൾ കാക്കപ്പെട്ടു. അനേക ആശീർവാദങ്ങൾ അനുഭവിക്കുവാൻ അവർക്ക് കൃപയുണ്ടായി. ഏലിയാവുമായി കണക്റ്റഡായ സാറഫാത്തിലെ വിധവയെ കർത്താവ് പോറ്റി പുലർത്തി നശിച്ചു പോകുവാൻ അനുവദിച്ചില്ല. നാശത്തിൽ നിന്നും ആ കുടുംബത്തെ കർത്താവ് വീണ്ടെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം നന്മയാണ്. ദൈവത്തിന്റെ ഇഷ്ടം അനുഗ്രഹമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ഉയർച്ചയാണ്. എന്നാൽ ചില സാഹചര്യങ്ങളാൽ നമ്മൾ പ്രതികൂലങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോഴും അവിടെ ദൈവത്തെ ദുഷിക്കുവാനല്ല, പകരം ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണെന്ന് ഗ്രഹിച്ച് എനിക്കും ആ നന്മയിലേക്ക് വരണമെന്ന് ആഗ്രഹത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആ തിന്മകളിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും, പ്രതികൂലങ്ങളിൽ നിന്നും, അടിമത്വങ്ങളിൽ നിന്നും, നുഖങ്ങളിൽ നിന്നും പുറത്തു വരുവേൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കടബാധ്യതയിലാണോ? മനസ്സിലെ ഉറപ്പിക്കുക, ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ഞാൻ കടക്കാരനായിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടമല്ല, ഞാൻ വായ്പ കൊടുക്കുന്നവനായിരിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. കർത്താവിന്റെ വാഗ്ദത്തം ഇങ്ങനെ പറയുന്നു, നീ വായ്പ വാങ്ങുകയില്ല, നീ വായ്പ കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്നാൽ ഈ സിറ്റുവേഷനിൽ നിന്നും എനിക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റെടുക്ക്. ആഗ്രഹത്തെ കർത്താവ് മാനിക്കും, ജയത്തെ കർത്താവ് തരും, അതിനുള്ള അവസരങ്ങളെ കർത്താവ് ഒരുക്കും. അവൻ ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അനുഗ്രഹത്തിന്റെ ഉറവകളെ കർത്താവ് തന്റെ മക്കൾക്കായി തുറന്നു തരും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ആദ്യം അംഗീകരിക്കുക, എന്റെ നാശമല്ല ദൈവത്തിന്റെ ഇഷ്ടം, എന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്റെ തകർച്ചയല്ല ദൈവത്തിന്റെ ഇഷ്ടം, എന്റെ ഉയർച്ചയാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആദ്യം നിങ്ങളുടെ മനസ്സ് തന്നെ അംഗീകരിക്കട്ടെ. ഹല്ലേലൂയ. ആ ദൈവത്തെ അറിഞ്ഞ് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സുൾക്കൊള്ളട്ടെ. ദൈവം സകലത്തെയും സൃഷ്ടിച്ചപ്പോൾ ഒന്നിനെയും ശപിച്ചില്ല, സകലത്തെയും അനുഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു നല്ലത്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന്റെ ദൈവം, ഹല്ലേലൂയ. ആശീർവാദത്തിന്റെ ദൈവം, ജയത്തിന്റെ കർത്താവ്. ആ കർത്താവിനോട് ചേർന്ന് നിന്നാൽ, ആ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് വന്നാൽ, ആ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് വന്നാൽ യേശുവിലുള്ള ജയം, യേശുവിലുള്ള സൗഖ്യം, യേശുവിലുള്ള നന്മ, യേശുവിലുള്ള ആശീർവാദങ്ങൾ ദൈവജനത്തിനും എടുക്കുവാനുള്ള കൃപയെ കർത്താവ് തുറന്നു തരും. വിശ്വസിപ്പൻ. അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ച ദൈവവചനത്തെ ഏറ്റെടുത്ത കർത്താവിനെ സ്തുതിക്കുവൻ. Thank you Jesus, thank you Jesus. Who is my God? എന്റെ ദൈവം ആരാണ്? എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്താണ്? നാശമല്ല, തകർച്ചയല്ല, തിന്മയല്ല, ദോഷമല്ല, മരണമല്ല, അടിമത്വമല്ല, ജയമാണ്, നന്മയാണ്, ഉയർച്ചയാണ്, വിശാലതയാണ്, സമാധാനമാണ്, സന്തോഷമാണ്, സൗഖ്യമാണ്, ആശീർവാദമാണ്. വിശ്വസിച്ചേറ്റെടുക്കുവേ. ഭൗതിക ജീവിതത്തിലും മാറ്റങ്ങളെ കർത്താവ് തരും. ഹല്ലേലൂയ. ആദ്യം ആത്മാവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ഭൗതിക ജീവിതത്തിലും ആ നന്മയെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. ഒരു പാട്ടിന്റെ വരികളിൽ നമ്മൾ ഇങ്ങനെ പാടാറുണ്ട്, പ്രിയമനവനേ ഉന്നാത്തുമ വാഴ്വതുപോ നീ എല്ലാവற்றிലും വാഴ്ந்து സുഖമായിരും മകനേ. പ്രിയമനവനേ
ഉന്നാത്തുമ വാഴ്വതുമോ എല്ലാവற்றிലും வாழ்ந்து சுகமாயிரும் மகனே. வாழ்க்கை என்பது போராட்டமே, நல்லதொரு போராட்டமே. வாழ்க்கை என்பது போராட்டமே, நல்லதொரு போராட்டமே. பட்டயத்தை ஆவிதரும் பட்டயத்தை எடுத்து போராடி வெற்றி பெறு, எடுத்து போராடி வெற்றி பெறு. பிரியமானவனே, உன் ஆத்துமா வாழ்வதுமோ நீ எல்லாவற்றிலும் வாழ்ந்து சுகமாயிரும் மகனே. பிரியமானவனே, உன் ஆத்துமா வாழ்வதுமோ நீ எல்லாவற்றிலும் வாழ்ந்து சுகமாயிரும் மகனே. ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണെന്ന് അറിയുമ്പോഴും അനേക ദൈവമക്കൾക്ക് ആ ഇഷ്ടത്തിലേക്ക് വരുവാൻ കഴിയാതെ ചില അടിമത്തങ്ങളിലും കഷ്ടതയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലും പ്രയാസത്തിലും കിടക്കുമ്പോൾ അവർ അവരുടെ മാനസികാവസ്ഥയിൽ തളർന്നു പോകാതെ അപ്പോഴും എനിക്ക് എൻ്റെ കർത്താവ് മതി എന്നുള്ള ഒരാശ്രയം, ആ ഒരു സ്നേഹം അവരിലുണ്ടായിരിക്കണം. അതാണ് യോബിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. എല്ലാം നശിച്ചു പോകുമ്പോഴും എല്ലാം തകർന്നു പോകുമ്പോഴും ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം കൈവിട്ടു പോകുമ്പോഴും എനിക്ക് എൻ്റെ കർത്താവ് മതി, എനിക്ക് ലോകത്തിന്റെ വഴി വേണ്ട, എനിക്ക് പിശാചിന്റെ വഴി വേണ്ട, എനിക്ക് എൻ്റെ കർത്താവ് മതി. ഇനി ഞാൻ ഈ കഷ്ടതയിൽ നശിച്ചു പോയാലും ശരി, ഞാൻ മറ്റൊരു വഴിക്ക് പോവുകയില്ല. ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ ആരാധിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ സ്തുതിക്കും, ഞാൻ എൻ്റെ കർത്താവിനോട് തന്നെ ചേർന്ന് നിൽക്കും. അതാണ് ദൈവസ്നേഹം. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ദൈവത്തോടുണ്ടാകേണ്ടുന്ന സ്നേഹം, നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുണ്ടാകേണ്ടുന്ന ബഹുമാനം. ഹല്ലേലൂയ. പല കുറുക്കു വഴികളും നമ്മുടെ മുന്നിൽ ലോകം കാണിച്ചേക്കാം, സാത്താൻ കാണിച്ചേക്കാം. എന്നാൽ ആ കുറുക്കു വഴി വേണ്ട, കർത്താവിന്റെ വഴി മതി. இயேசுவின் பின்னால் நான் செல்வேன், திரும்பி பார்க்க மாட்டேன், திரும்பி பார்க்க மாட்டேன். இயேசுவின் பின்னால் நான் செல்வேன், திரும்பி பார்க்க மாட்டேன், திரும்பி பார்க்க மாட்டேன். உலகமே பின்னால் இயேசு சிந்திய இரத்தத்தினாலே என்றும் இயேசு சிந்திய இரத்தத்தினாலே விடுதலையே. இயேசுவின் பின்னால் நான் செல்வேன், திரும்பி பார்க்க மாட்டேன், திரும்பி பார்க்க மாட்டேன். இயேசுவின் பின்னால் நான் செல்வேன், திரும்பி பார்க்க மாட்டேன், திரும்பி பார்க்க மாட்டேன். ഹല്ലേലൂയ. പല കുറുക്കു വഴികൾ നന്മകൾ പ്രാപിക്കുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ലോകം പറയും, സാത്താൻ പറയും. പല സാത്താനിയ വഴികളുണ്ട്. എന്നാൽ അതെല്ലാം മുന്നിൽ കാണുമ്പോഴും ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യും? ഞാൻ യേശുവിന്റെ വഴിയിൽ തന്നെ നടക്കും. ഞാനിനി ഈ കഷ്ടതയിൽ നിന്ന് പുറത്തു വന്നാലും ശരി, പുറത്തു വന്നില്ലെങ്കിലും ശരി, ഞാൻ എൻ്റെ കർത്താവിനെ വിട്ട് മാറുകയില്ല. നെബൂഖദ്നേസർ രാജാവിന്റെ മുന്നിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ അവർ ദൈവത്തെ സ്തുതിക്കുന്ന മക്കളാണ്. അവരുടെ വിശ്വാസം അനുസരിച്ച് കർത്താവിന്റെ മുന്നിലല്ലാതെ മറ്റൊരു ശക്തിയുടെ മുന്നിൽ നമസ്കരിക്കുവാനോ വണങ്ങുവാനോ പാടില്ല. രാജാവ് ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് പറഞ്ഞു,
ആ പ്രതിമയെ മാത്രമേ നമസ്കരിക്കാവൂ, വീണതിനെ നമസ്കരിക്കണം, മറ്റൊന്നിനോട് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നൊരു നിയമമുണ്ടാക്കി. എന്നാൽ അവർ രാജാവിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, എന്റെ കർത്താവിന്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. ഇനി കർത്താവ് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും രാജാവ് നിർത്തിയ പ്രതിമയുടെ മുന്നിൽ വണങ്ങുവാൻ ഞങ്ങൾ റെഡിയല്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ധാരാളം മക്കൾ എങ്ങനെ ജയമെടുക്കാമെന്ന് അറിഞ്ഞുകൂടാതെ, എങ്ങനെ കഷ്ടതയിൽ നിന്നും പുറത്തു വരണമെന്ന് അറിഞ്ഞുകൂടാതെ അതിൽ കിടന്ന് ഉഴലുമ്പോഴും അതിൽ കിടന്ന് അലയുമ്പോഴും ഇങ്ങനെ ഒരു ദൈവസ്നേഹം ഉള്ളിലുണ്ടായിരിക്കട്ടെ. ഈ കടബാധ്യതയിൽ ഞാൻ തകർന്നു പോയാലും, ഈ രോഗത്തിൽ ഞാൻ ക്ഷയിച്ചു പോയാലും, ഈ കഷ്ടതയിൽ ഞാൻ നശിച്ചു പോയാലും എനിക്കെന്റെ കർത്താവ് മാത്രം മതി. യേശുവല്ലാതെ എനിക്ക് മറ്റൊരു വഴി വേണ്ട. യേശുവിന്റെ വഴി എനിക്ക് മതി. ഞാൻ കർത്താവിനെ സ്തുതിക്കും, ഞാൻ കർത്താവിനെ ആരാധിക്കും. എന്റെ കടബാധ്യത മാറിയാലും ശരി, മാറിയില്ലെങ്കിലും ശരി, ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. എന്റെ രോഗം മാറിയാലും ശരി, മാറിയില്ലെങ്കിലും ശരി, ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും. എന്റെ പ്രശ്നം മാറിയാലും മാറിയില്ലെങ്കിലും, എന്റെ ഞെരുക്കം മാറിയാലും മാറിയില്ലെങ്കിലും, ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. നമ്മുടെ പ്രശ്നത്തെ മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. എങ്കിൽ പോലും ഒരു പക്ഷേ ഒരു നുകത്തിന് കീഴെ കിടക്കുമ്പോൾ, ഒരു പുറത്തു വരുവാൻ കഴിയാത്ത കഷ്ടതയിൽ, പ്രതികൂലത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ, കുഴിയിൽ കിടക്കുമ്പോൾ, അതിൽ നിന്നും കയറി വരുവാൻ കഴിയാതെ അതിനുള്ളിൽ കിടക്കുമ്പോൾ, അപ്പോഴും ഇയ്യോബിനെ പോലെ പറയുവാനുള്ള നല്ല ഹൃദയം ഉണ്ടാകട്ടെ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഞങ്ങളുടെ പഴയ കാലത്ത് എൻ്റെ മമ്മിയെല്ലാം, എൻ്റെ മമ്മിയും പപ്പയും, ഞങ്ങൾ ഇതിനു മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത്, ആ ദേശത്ത് നിന്നാണ് പോളൊക്കെ വന്നിരിക്കുന്നത്. ആ സ്ഥലത്ത് ഞങ്ങൾ അവിടെ വസ്തു വാങ്ങി താമസിച്ചപ്പോൾ, എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് അവർ അവിടെ താമസിക്കുന്ന സമയം ആ ദേശത്തിൽ നിന്നുള്ള അനേക പ്രതികൂലങ്ങൾ, പൈശാചികമായ പ്രതികൂലങ്ങൾ ബാധിച്ചു. രോഗം, കടബാധിത, ഞെരുക്കം, അങ്ങനെയുള്ള വലിയ ദുരിതങ്ങളിലൂടെ അവർ കടന്നുപോയി. ആ സമയത്ത് അനേകർ വന്ന്, ആ ദേശത്തിലുള്ളവർ വന്ന് ഇങ്ങനെ പറയുമായിരുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന ശക്തിയുടെ മുന്നിൽ ഇന്ന നേർച്ച വെച്ചാൽ ഈ ദേശത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം എന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മിക്ക് കിട്ടിയ വിശ്വാസമനുസരിച്ച്, എൻ്റെ മമ്മിക്ക് ലഭിച്ച ആ ദൈവത്തോടുള്ള ഭയഭക്തി അനുസരിച്ച് ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ നശിച്ചു പോകേണ്ടി വന്നാലും ശരി, മറ്റൊരു നാമത്തിന്റെ പിന്നാലെ, മറ്റൊരു ശക്തിയുടെ മുന്നാലെ ഞാൻ പോവുകയില്ല എന്ന് തീരുമാനിച്ചു. മരണഭയം തന്നെ ഉണ്ടാകുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ അങ്ങനെ ഉറച്ചു നിന്നപ്പോഴാണ് കർത്താവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദൈവത്തിന്റെ നന്മകൾ പതിയെ പതിയെ പ്രാപിക്കുവാനും, രോഗത്തെ ജയിക്കുവാനും, പലവിധമായ പ്രതികൂലങ്ങളെ സ്തുതിയാലും ആരാധനയാലും വചനത്താലും കർത്താവിന്റെ ശക്തിയാലും ജയിക്കുവാനും തക്കവണ്ണം കർത്താവ് കരം പിടിച്ചു വഴി നടത്തിയത്. എന്നാൽ അന്ന് ലോകത്തിന്റെ ശബ്ദം കേട്ട് മറ്റു ദുർശക്തികളുടെ പിന്നാലെ പോയിരുന്നുവെങ്കിൽ ഇന്ന് ഈ അനുഭവിക്കുന്ന ദൈവികമായ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപകളും ഇന്ന് പ്രാപിക്കാൻ കഴിയില്ലായിരുന്നു. ഹല്ലേലൂയ. യേശുവല്ലാതെ വേറൊരു രക്ഷകനിഹത്തിലുണ്ടോ പറവാൻ, മനമേ ഇഹത്തിലുണ്ടോ പറവാൻ. യേശുവല്ലാതെ മറ്റൊരു രക്ഷ, മറ്റൊരു ശക്തി, അതിന്റെ മുന്നിൽ ദൈവത്തിന്റെ മക്കൾ തല വണങ്ങരുത്. കർത്താവ് പറയുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഹല്ലേലൂയ.
ഞാൻ തിരുപ്പൂരിൽ ഒരു കുടുംബം കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് കർത്താവിലേക്ക് വന്നു, അല്ലേ? ഒരു ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ഫാമിലിയിൽ നിന്നും ഒരു കുടുംബം. ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ അവർ എന്നെ മീറ്റ് ചെയ്യാൻ വന്നു, കുടുംബമായി എന്നെ കാണുവാൻ വന്നു. അവർ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങി. എന്നാൽ അവർക്ക് കാര്യങ്ങൾ അറിയില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. എന്നോട് ഇന്നലെ വിളിച്ച് ചോദിച്ചു, ഞാൻ കർത്താവിനെ പാസ്റ്റർ പറഞ്ഞു, അല്ല ഫാദർ എന്നാ വിളിക്കുന്നത്, ഫാദർ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്യുന്നു, ബൈബിൾ വായിക്കുന്നു, ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ദൈവ സാന്നിധ്യം എനിക്ക് വീട്ടിലും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ എനിക്കൊരു സംശയം, ഞാൻ മറ്റു സ്വാമികളെയും കൂടെ വണങ്ങാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ സ്വാമി വേറെ, ആ സ്വാമി വേറെ. എല്ലാ സ്വാമികളെയും കൂടെ വണങ്ങിയാൽ ഒരു സ്വാമിയെ രക്ഷിക്കില്ല. ഏതെങ്കിലും ഒരു സ്വാമിയെ മാത്രം വണങ്ങിയാൽ മാത്രമേ ആ സ്വാമിയുടെ നന്മ കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ സ്വാമിയുടെ ഫ്രീക്വൻസി വേറെ, വേറെ സ്വാമിയുടെ ഫ്രീക്വൻസി വേറെ. ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി പിടിച്ചോളണം, അല്ലെങ്കിൽ സിഗ്നൽ ടോട്ടലി കട്ടാവും, ടോട്ടലി ഔട്ടാവും. അദ്ദേഹത്തിനത് മനസ്സിലായി. ഞാൻ പറയും, ഏതെങ്കിലും ഒരു സ്വാമിയെ ഏറ്റെടുത്തോളൂ. ഞാൻ പറയും, കർത്താവിനെ പിടിച്ചുകൊള്ളുക. കാരണം എനിക്ക് കർത്താവിനെ അറിയാവൂ, മറ്റൊരു സ്വാമിയെ എനിക്കറിയില്ല, മറ്റൊരു നാമത്തെ എനിക്കറിയില്ല. വഞ്ചിക്കുന്ന ശക്തികളുടെ പിന്നാലെ പോകരുത്. യേശുവിന്റെ ശക്തി എല്ലാ നാമത്തിനും മേലായത്. യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. ഹല്ലേലൂയ. കഷ്ടതയുടെ മധ്യത്തിലും പ്രതികൂലത്തിന്റെ മധ്യത്തിലും പ്രലോഭനത്തിന്റെ മധ്യത്തിലും യേശു മാത്രം എനിക്ക് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ ദൈവ പൈതലേ നീ നിൽക്കുമെങ്കിൽ അതിനൊരു അംഗീകാരം ദൈവത്തിന്റെ മുന്നിൽ ഉണ്ട്. ഹല്ലേലൂയ. പല കുറുക്കു വഴികൾ, പല എളുപ്പ വഴികൾ നിങ്ങളുടെ മുന്നിൽ കണ്ടാലും അത് വേണ്ട എന്ന് പറഞ്ഞ് ഇനി ഞാൻ കഷ്ടപ്പെട്ട് മരിച്ചു പോയാലും കുഴപ്പമില്ല, ഇതെനിക്ക് എന്റെ കർത്താവ് എനിക്ക് മതി എന്നുള്ള നിന്റെ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം ഒരു നീതിയാണ്. ആ നീതിയെ കർത്താവ് മാനിക്കും, നിന്നെ കർത്താവ് ആശീർവദിക്കും. ദൈവത്തിന്റെ കൃപ നിന്നെ തേടി വരും, ദൈവത്തിന്റെ വെളിച്ചം നിന്റെ ജീവിതത്തിൽ വരും. എന്നാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ കുഴിയിൽ കിടക്കണ്ട, നിങ്ങൾ ആ നുകത്തിന് കീഴെ കിടക്കണ്ട, നിങ്ങൾ ആ അടിമത്തത്തിൽ കിടക്കണ്ട. നമ്മുടെ കർത്താവ് ശക്തനാണ്. അവൻ കണ്ണുകളെ തുറന്നു തരും, അവൻ ജ്ഞാനത്തെ തരും, എങ്ങനെ പുറത്തു വരണമെന്ന് വഴി പറഞ്ഞു തരും. വഴിയില്ലാത്തടത്ത് വഴി തുറക്കും. ചെങ്കടലിലും വഴി തുറക്കുന്നൊരു ദൈവമാണവൻ. എരിഹോവിന്റെ വൻമതിലുകളെ തകർക്കുന്നവനാണ് എന്റെ കർത്താവ്. നിനക്കായി ഒരു വഴി തുറക്കുവാൻ, നിനക്കായി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുവാൻ കർത്താവ് സർവശക്തനാണ്. ചെങ്കടലാണോ, മുന്നിലോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണോ, അപ്പോഴും എന്റെ യേശു മാത്രം മതി എന്ന് പറഞ്ഞ് നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കർത്താവ് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന്റെ മഹത്വം ആത്മാവിൽ മാത്രമല്ല, ലോകം കാണുന്ന നിലകളിൽ കർത്താവ് വായിച്ചു തരും. കഴിഞ്ഞൊരു നാളിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഒരു വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അതിൽ സെമി ഫൈനലിന്റെ കളിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് കളിക്കുമ്പോൾ 15 വർഷമായി ഓസ്ട്രേലിയ ആരും തോൽപ്പിച്ചിട്ടില്ല. 15 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഓസ്ട്രേലിയ തന്നെയാണ് ജയിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ ടീമിൽ ഒരു ദൈവ പൈതലുണ്ടായിരുന്നു. അവരുടെ പേര് ജമീമ ജസിക്ക റോഡ്രിക്സ്, അല്ലേ? ആണോ പോൾ? യാ, ഓക്കെ. സ്പോർട്സ് ചാമ്പ്യന്മാരെല്ലാം കൈ ഉയർത്തിക്ക്. ഓക്കെ, ഫൈൻ. ഓക്കെ, ആ ജമീമ പലവിധമായ കളികൾ കളിച്ചിട്ടും പല വർഷങ്ങൾ അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഓക്കെ, അവളുടെ പപ്പ ഒരു പാസ്റ്റർ ആയതുകൊണ്ട് അത് നിമിത്തം അവളെ പല സ്ഥലത്തു നിന്നും റിജക്ഷൻ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവളുടെ പെർഫോമൻസ് നിമിത്തം അവൾ ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത നിലകളിൽ കയറി വരികയാണ്. എന്തായാലും ഓസ്ട്രേലിയയുടെ കൂടെ ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീം കളിക്കുക. കാരണം ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു ഹിസ്റ്ററി ആണ് ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററി. അപ്പോൾ സെമി ഫൈനലിൽ
ജെസിക്ക കളിക്കുന്നതിന് മുന്നേ, ആ ജമീമ കളിക്കുന്നതിന് മുന്നേ ഒരു പാസ്റ്ററിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാൻ പോവുക. അവൾ ഒരു വർഷിപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്, ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അഭിഷേകത്തിൽ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് പരിചയമുള്ള ഒരു പാസ്റ്റർ, പേഴ്സണൽ കോണ്ടാക്ട് ഉള്ളതല്ല, പക്ഷെ എനിക്ക് അറിയാമെന്നുള്ളൊരു പാസ്റ്റർ റാം ബാബു എന്ന് പറയുന്ന ഒരു ശക്തനായ ഒരു ദൈവമനുഷ്യനുണ്ട്. എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ആണ് അവൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. റാം ബാബു അവളുടെ ഒരു ആത്മീക പിതാവാണ്. ഓക്കെ. എന്നാൽ ആ സെമി ഫൈനലിൽ കളിക്കുന്നതിന് മുന്നേ അവൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അതിന്റെ വീഡിയോ ക്ലിപ്സ് എനിക്കിപ്പോൾ ഇടാൻ നിർവാഹമില്ല. കൈവശമുണ്ടോ? ആ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓക്കെ, ഐ ഗീവ് യു. അപ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ജെസിക്കയെ വിളിച്ച് പറയാണ്, ജെസിക്ക, നീ ഓരോ ബാറ്റ് അടിക്കുമ്പോഴും ഓരോ ബോൾ അടിക്കുമ്പോഴും ബോൾ അടിച്ചിട്ട് അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടേ നിൽക്കണം. എവിടെ? ക്രിക്കറ്റിന്റെ പിച്ചിൽ നിൽക്കുമ്പോ പ്രാർത്ഥിച്ചുകൊണ്ടേ നിൽക്കണം. അവൾ അതുപോലെ ചെയ്തു. ഓക്കെ, എല്ലാവരും ഔട്ടായി. അവസാനം ജമീമ അവിടെ നിന്ന് ബാറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവൾ അടിച്ചടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ നിന്നു. അടിച്ചടിച്ച് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ജയത്തിലേക്ക് വരുന്ന ഒരു ഹിസ്റ്ററി മേക്കറായി അവൾ മാറി. ഞാനിത് എടുത്തു പറയാൻ കാരണം ഈ ജയം അതിലൊരു ദൈവത്തിന്റെ മഹത്വം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അനേക ജയങ്ങളുള്ളത് പോലൊരു ജയമല്ല അത്. അവളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് ജയിക്കാൻ പറ്റുന്ന ഒരു ജയമല്ല. എതിരാളികൾ ശക്തരാണ്. പക്ഷേ അവിടെ ദൈവത്തിന്റെ ഒരു കൃപ അവിടെ വ്യാപരിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അവിടെ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചു. അന്യഭാഷ സംസാരിച്ച് ബാറ്റിംഗ് ചെയ്ത ജമീമയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ ഓസ്ട്രേലിയ എന്ന വമ്പൻ ടീമിനെ പോലും തോൽപ്പിച്ച് ജയമെടുക്കുവാനുള്ള ദൈവം കൃപ ചെയ്തുവെങ്കിൽ നിന്റെ ശത്രു എത്ര ശക്തനായാലും കുഴപ്പമില്ല, നിന്റെ പ്രശ്നം എത്ര വലുതായാലും കുഴപ്പമില്ല, നിനക്കൊരു ജയത്തെ തരുവാൻ ശക്തനായവൻ നിനക്കായി ഇന്ന് ജീവിക്കുന്നു. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ളവനാണ്. നിന്റെ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റത്തെ തരുവാൻ അവൻ മതിയായവനാണ്. സ്തുതിയും സ്തോത്രവും നിന്നെ ജയത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന്റെ വചനം നിന്നെ ജയത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ ജയത്തിലേക്ക് കൊണ്ടുവരും. ജമീമ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മാത്രമല്ല കയറിയത്, ഇപ്പോഴുള്ള ഫൈനൽ വേൾഡ് കപ്പും ഇന്ത്യ തന്നെ സ്വന്തമാക്കുവാൻ ഇടയായി. എന്നാൽ ജമീമ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ആ ദൈവ സാന്നിധ്യത്താൽ അങ്ങനെ കളിച്ചില്ലായിരുന്നുവെങ്കിൽ കിട്ടില്ല. അവിടെ ഒരു ദൈവത്തിന്റെ മതം. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. ആ പാസ്റ്റർ പ്രാർത്ഥിച്ചതും ആ പാസ്റ്റർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ജമീമ സാക്ഷിച്ച കാര്യങ്ങളും ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. ദൈവത്തിന്റെ മഹത്വത്താൽ ഒരു ജയത്തെ ക്രിക്കറ്റിലെടുത്തുവെങ്കിൽ അത് ഭൗതികമായ ഒരു കാര്യം. പക്ഷേ ആത്മാവിൽ ജയമെടുക്കുവാൻ ദൈവം തന്റെ സഭയെ, കർത്താവ് തന്റെ മക്കളെ ബലപ്പെടുത്തും. അടിമത്തത്തിൽ കിടക്കുമ്പോഴും പുറത്തു വരുവാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയാതിരുന്നാൽ, പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും പുറത്തു വരുവാൻ കഴിയാതിരിക്കുമ്പോഴും വിശ്വാസത്തെ തള്ളിക്കളയണ്ട. കർത്താവിനോടുള്ള സ്നേഹം കുറയണ്ട. എനിക്ക് എന്റെ കർത്താവ് മതി, ഞാൻ എന്റെ കർത്താവിന്റെ വഴിയിൽ തന്നെ നടക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായിരിക്കട്ടെ. ജയം തരുവാൻ കർത്താവ് ശക്തനാണ്. ശദ്രക് മേശക് അബേദ്നെഗോ പറയാണ്, രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ പ്രതിമയെ നമസ്കരിക്കുകയില്ല. ഞാൻ എന്റെ കർത്താവിന്റെ മുന്നിൽ അല്ലാതെ മറ്റൊരു ശക്തിയുടെ മുന്നിൽ ഞാൻ തല വണക്കുകയില്ല. ഞാൻ മറ്റൊരു ശക്തിയെ ആരാധിക്കുകയില്ല. കർത്താവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. വെറുതെ നന്മകൾ പ്രാപിക്കാൻ പറ്റില്ല. ഒരു തീരുമാനം വേണം. സംഭവിക്കുന്നതെല്ലാം ദൈവഹിതമെന്ന് പറഞ്ഞ് കളയരുത്. അല്ല, നിന്റെ തീരുമാനത്തിന് ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരുവാൻ കഴിയും. നിന്റെ സമർപ്പണത്തിന് ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. നോർമലി നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം എന്ന് വിചാരിക്കരുത്.
സാത്താനും ഈ ഭൂമിയിൽ ലോകത്തിന്റെ പ്രഭുവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ റോൾ എടുത്താൽ അവൻ വരുന്നത് അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമാണ്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ മൂടി മറയ്ക്കുമ്പോൾ, ദൈവത്തിന്റെ സഹായവും ദൈവത്തിന്റെ സാന്നിധ്യവും നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ മഹത്വങ്ങൾ വെളിപ്പെടും. അത് ശത്രു ലജ്ജിക്കുന്ന നിലകളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഇന്ന് സ്പോർട്സിൽ നിൽക്കുന്ന ധാരാളം മക്കൾ ഇവിടെ ഉണ്ടല്ലോ, ഈ സഭയിലുണ്ടല്ലോ. നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ പ്ലേയേഴ്സ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ ലെവലിൽ ആ സ്പോർട്സ് മാത്രമല്ല, നിങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിൽക്കുന്നുവോ അവിടെയെല്ലാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോർമൽ ലെവലിലായിരിക്കില്ല. നിങ്ങളുടെ ഗ്രോത്ത് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ കർത്താവ് തരും. ഒന്നാം സങ്കീർത്തനത്തിൽ വചനം പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ബിസിനസ് ചെയ്താൽ ബിസിനസ്സിൽ അനുഗ്രഹം ഉണ്ടാകും. അവൻ ക്രിക്കറ്റ് കളിച്ചാൽ അതിൽ ജയമുണ്ടാകും. അവൻ എന്ത് കാര്യം ചെയ്യുന്നുവോ അതിൽ ജയമുണ്ടാകും. ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങൾ അത് ദൈവത്തിന് വലിയ കാര്യമുള്ള കാര്യമേ അല്ല എങ്കിൽ പോലും തന്റെ മക്കൾ ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കുവാനൊരു ഇഷ്ടം, അതിലൊരു ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനൊരു ഇഷ്ടം ദൈവത്തിനുണ്ട്. ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ തൊഴിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബ ജീവിതമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ, ഭൂമിയിൽ നിങ്ങൾക്കുള്ള എന്തുമായിക്കൊള്ളട്ടെ, അതിൽ ദൈവത്തിന്റെ ഒരു ആശീർവാദം വേണം എന്നൊരാഗ്രഹം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആശീർവാദം അതിൽ തരാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന് വിശ്വസിപ്പിൻ. അത് വേണമെന്ന് ആഗ്രഹിപ്പിൻ, വിശ്വസിച്ച് ആരാധിപ്പിൻ. ആ ജയത്തെ എടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ജയമെടുക്കണം. ജയമെടുക്കുവാൻ കർത്താവ് ബലത്തെ തരും. കുഴിയിൽ കിടന്ന് അവിടെ കിടന്ന് തന്നെ മരിച്ചു നശിച്ചു പോകണ്ട. യു ക്യാൻ കം ഔട്ട് ഫ്രം ദാറ്റ് പിറ്റ്. ആ കുഴിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാം. ആ കുഴിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാം. ഞാൻ ഇങ്ങനെ തന്നെ ഈ അവസ്ഥയിൽ തന്നെ നരകിച്ച് മരിച്ചു പോകുമെന്ന് മനസ്സിൽ ഫിക്സ് ചെയ്യരുത്. എന്നെ ബലപ്പെടുത്തുവാൻ, എന്നെ പുറത്തു കൊണ്ടുവരുവാൻ, എനിക്ക് ജയത്തെ തരുവാൻ ശക്തനായ ഒരുവൻ ഉണ്ടെന്ന് നിങ്ങളുടെ ഹൃദയം ഉറപ്പിച്ചു കൊള്ളട്ടെ. ശക്തനായവനുണ്ട്, മഹത്വമുള്ളവനുണ്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനുണ്ട്, ജയത്തെ തരുവാൻ മതിയായവനുണ്ട്. ആ മഹത്വത്തെ നമുക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ കഷ്ടത്തിൽ കിടക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മളുടെ അനുഗ്രഹമാണ്, ജയമാണ് ദൈവത്തിന് ഇഷ്ടം. ഇനി നമ്മൾ അടിമത്തത്തിൽ കിടക്കുകയാണെങ്കിലും നമ്മൾ അവിടെ ദൈവത്തെ തള്ളിപ്പറയരുത്, മുറുമുറുക്കരുത്, പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്. അവിടെയും കർത്താവിനെ സ്തുതിക്കുവാനുള്ള സ്നേഹമുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾ അവിടെ കിടക്കണ്ട. യു ഹാവ് ടു കം ഔട്ട്. നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരണം. ഏത് അടിമത്തമാണോ നിങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്നത്, ഏത് കുഴിയിലാണോ നിങ്ങളെ അകപ്പെടുത്തിയിരിക്കുന്നത്, അത് ഏത് കാര്യത്തിലായാലും കുഴപ്പമില്ല. മന്ത്രവാദ ശക്തിയാൽ നിങ്ങളുടെ ജീവിതം തകർന്നിരിക്കുന്നുവെങ്കിൽ ഐ ടെൽ യു ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ആ മന്ത്രവാദ ശക്തികളെ തകർത്തുകൊണ്ട് ഒരു ജയത്തെ തരുവാൻ യേശു മതിയായവനാണ്. കർത്താവ് ശക്തനാണ്. ഹൃദയം തുറന്ന് ആരാധിക്കുമ്പോൾ, മനസ്സ് തുറന്ന് ആരാധിക്കുമ്പോൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും. യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം. ഇപ്പോൾ തന്നെ ചില മന്ത്രവാദ ശക്തികളെ കർത്താവ് തകർത്തു കളയുകയാണ്. ഈ വചനം ഏറ്റെടുത്ത് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്ന, വിശ്വസിച്ച് ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു ജയത്തെ കൽപ്പിക്കുകയാണ്. കർത്താവ് ഒരു മഹത്വത്തെ അയക്കുകയാണ്. മന്ത്രതന്ത്ര ശക്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്തു കളയുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്കായി ഇറങ്ങി വരുന്നു. യെസ് 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 യെസ്. അടയാളത്തോടുകൂടെ ചില ദുർശക്തികൾ തകർന്നു പോകും. അടയാളത്തോടുകൂടെ ചില ദുർമന്ത്രവാദങ്ങൾ തകർന്നു പോകും. അടയാളത്തോടുകൂടെ ചില പൈശാചിക ബന്ധനങ്ങൾ പൊട്ടിപ്പോകും. പൊട്ടിപ്പോകട്ടെ, പൊട്ടിപ്പോകട്ടെ. റിക്കമന ഹസിയ റഗുനി നൗദക റഗമന ഹദിയ, നൗദക റഗമന ഹദിയ, നൗദക റഗമന ഹസിക.
മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ കത്തിപ്പോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ സ്തുതിക്കുന്ന ദൈവജനത്തിനായി മന്ത്രതന്ത്രങ്ങളെ നശിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ദുർശക്തികളെ നശിപ്പിക്കുന്ന, പൈശാചിക അടിമത്തങ്ങളെ നശിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം വ്യാപരിക്കും. മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ കത്തിപ്പോകും. മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ കത്തിപ്പോകും. മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ കത്തിപ്പോകും. റഖമന റിഖമന ഹസി റൗദവ റഖമന ഹസിയ നൗദവ റഖമന ഹസിയ ലൗദഗ റഖമന ഹസിയ ഷൗദഗ റഖമന ഹദിയ നൗദഗ റഖമന ഹസിക. Jesus, Jesus, Jesus. Thank you, Lord Jesus. Thank you, Father. Thank you, Holy Spirit. സ്തുതിക്കുമ്പോൾ ദൈവശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. യേശു എന്ന നാമത്തിൽ ശക്തിയുണ്ട്. അത് ഉണർന്ന് ആ നാമത്തെ എടുക്കുവേ. ഹല്ലേലൂയ. യേശു എന്ന നാമത്തിൽ ശക്തിയുണ്ട്. അത് മഹത്വത്തിന്റെ നാമം, അത് ജയത്തിന്റെ നാമം. എന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളെ കൊണ്ടുവരുവാൻ മതിയായ നാമം യേശുവിന്റെ നാമം. ജീസസ്, യേശുവ, ജീസസ്, ജീസസ്. You can come out. നിങ്ങൾക്ക് പുറത്തു വരാം. ആ കുഴിയിൽ നിന്ന് പുറത്തു വരാം. അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാം. ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാം. ജീസസ്, 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 ജീസസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കട്ടെ. ദൈവത്തിന്റെ ദൂതന്മാർ ചലിക്കട്ടെ. ഇത് വിടുതലിന്റെ സമയം, ഇത് ജയത്തിന്റെ സമയം, ഇത് അത്ഭുതത്തിന്റെ സമയം. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. വിടുതൽ, ഡെലിവറൻസ് ഇൻ ജീസസ് നെയിം. In Jesus' name, Jesus' name. മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ കത്തിപ്പോകുന്നു, കത്തിപ്പോകുന്നു. Jesus' name, Jesus' name, Jesus' name. ചിലർ എന്തു ചെയ്താലും അതിൽ ആശീർവാദം ഉണ്ടാവുകയില്ല. എന്തു ചെയ്താലും അത് തകർച്ചയിലേക്കും നാശത്തിലേക്കും പോകും. അതിന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ജ്ഞാനമില്ലാതെ, ആലോചനയില്ലാതെ എടുത്തുചാടി പലതും ചെയ്യുന്നതിൽ തകർച്ചകൾ ഉണ്ടാകും. അവിടെ പിശാചിന് ചിലപ്പോൾ ഒരു റോള് പോലും ഉണ്ടാകണമെന്നില്ല. അത് കയ്യിലിരിപ്പ് കൊണ്ടും ജ്ഞാനമില്ലാത്തത് കൊണ്ടും ഐഡിയ ഇല്ലാത്തത് കൊണ്ടും അതിനുള്ള വിവേകമില്ലാത്തത് കൊണ്ടും സംഭവിക്കുന്ന തകർച്ച. അത് ദൈവഹിതവുമല്ല, പിശാചിനും ഒരു പക്ഷെ അതിൽ റോളുമില്ല. സ്വന്തം കയ്യിലെ മണ്ടത്തരങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇതൊന്ന്. എന്നാൽ മറ്റൊരു കാര്യം, ജ്ഞാനമുണ്ടെങ്കിലും, എത്ര ഐഡിയ കിട്ടിയാലും, എത്ര ആശയങ്ങൾ ഉണ്ടെങ്കിലും, എങ്ങനെ എന്തു ചെയ്താലും രക്ഷപ്പെടില്ല. അത് എല്ലാത്തിലും തടസ്സം വന്നുകൊണ്ടേയിരിക്കും. അത് അവിടെ എന്തോ ഒരു ദുർശക്തി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ശാപം പിന്തുടരുന്നുണ്ട്. ഒരു ദുഷ്ടശക്തി പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തു ചെയ്താലും മുന്നേറാൻ പറ്റാത്തത്, എന്തു ചെയ്താലും റിസൾട്ട് ഉണ്ടാകാത്തത്, എന്തു ചെയ്താലും ജയമുണ്ടാകാത്തത്, എന്തു ചെയ്താലും ഒരു 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 വിടുതൽ വരാത്തതിന് കാരണം അവിടെ ഏതോ ഒരു ദുർശക്തി നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുക, ആരാധിച്ച് ജയമെടുക്കുക, വചനം ഏറ്റെടുത്ത് ജയമെടുക്കുക, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ജയമെടുക്കുക. ആ ദുർശക്തി, ആ ശാപത്തെ, തലമുറയായി പിന്തുടരുന്ന ദുഷ്ടശക്തിയെ, ആ ദുഷ്ടശാപത്തെ ദൈവവചനം നീ തിരിച്ചറിയണം. ജയത്തെ എടുക്കുവാൻ നിനക്ക് കഴിയും.